പാലാ മണ്ഡലത്തെ ചൊല്ലി ജോസ് കെ മാണിയും മാണി സി കാപ്പനും തമ്മിൽ വാക്പോര്. കഴിഞ്ഞ 5 വർഷക്കാലം എടുത്തു പറയാനുള്ള എന്തെങ്കിലും പദ്ധതി ജനപ്രതിനിധിക്കുണ്ടോ എന്ന് ജോസ് കെ മാണി ചോദിച്ചു. തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതികരണമാണെന്നും ഈ മന്ത്രവും തന്ത്രവും ഒന്നും ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും മാണി സി കാപ്പൻ തിരിച്ചടിച്ചു. ഒരു MLA സമയത്തോടെ MLAക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്, MLAക്ക് ഒരു ലോക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ ലോക്കൽ സ്റ്റാൻഡിംഗ് അനുസരിച്ച് അവരൊക്കെയാണ് ഒരു ഉത്തരവാദിത്വമുള്ളത്. ബാക്കിയുള്ളവരെ എല്ലാം പരിചാരിച്ച് ഇങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഒരു നുണപ്രചരണം നടത്തുക. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വിഘാതം സൃഷ്ടിക്കുന്ന ജോസ് കെ മാണിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഏതൊക്കെ തരത്തിൽ പാലായ്ക്ക് തടസ്സം നിൽക്കാമോ? ഇവർ ധരിച്ചിരിക്കുന്ന ഇങ്ങനെ കാര്യങ്ങൾക്ക് തടസ്സം നിന്നാൽ ഇവർക്ക് ജയിക്കണം. ഈ മന്ത്രവും തന്ത്രവും കുതന്ത്രമൊന്നും പാലായിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രബുദ്ധരായ വോട്ടർമാർക്ക് മുമ്പിൽ ചെലവാകില്ല. അതിനുവേണ്ടി അപേക്ഷ വെള്ളം ജോസ് കെ മാണി പറഞ്ഞാൽ മതി. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, കെ മാണിയുടെ കാലത്ത് ചെയ്തു വെച്ച കാര്യങ്ങളേ ഉള്ളൂ, പിന്നീട് എന്ത് വികസനമാണ് ചെയ്തത് ഇപ്പോഴത്തെ MLA എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ചോദ്യം. മറുപടി എങ്ങനെയാണ്? സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. മാണി സി കാപ്പൻ UDF-ന്റെ സ്ഥാനാർത്ഥിയും ജോസ് കെ മാണി LDF-ന്റെ സ്ഥാനാർത്ഥിയും എന്നേറെക്കുറെ ഉറപ്പ് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇരുവരും പരസ്പരം ഈ പാലാ മണ്ഡലത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ തർക്കത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഈ ജോസ് കെ മാണിയാണ് ഇത്തരത്തിൽ ഒരു തരത്തിലും വികസനവും പാലിൽ ഉണ്ടായിട്ടില്ല. കെ എം മാണിക്ക് ശേഷം മാണി സി കാപ്പൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നത്. കാര്യമായ വികസനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് അത് മാണി സി കാപ്പൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം കാരണം ജോസ് കെ മാണിയാണ് എന്നുള്ള ഒരു കാര്യമാണ് മാണി സി കാപ്പൻ പറയുന്നത്. പല കാര്യങ്ങളും പല പദ്ധതികളും മുന്നോട്ട് വരുന്നു, പല നിയമസഭയിൽ പല ഫണ്ടുകളും അനുഭവിക്കുന്നു, പക്ഷേ അതൊന്നും തന്നെ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് മാണി സി കാപ്പന്റെ ആരോപണം. ഇതിനെല്ലാം തന്നെ പല പദ്ധതികൾ റിവർ വ്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലൊക്കെ തന്നെ ജോസ് കെ മാണി ഇടപെട്ടുകൊണ്ട് ഭരണകക്ഷികളിൽ ജോസ് കെ മാണി ഇടപെട്ടുകൊണ്ട് വരുത്തുകയാണ്. പാലായിൽ ഉണ്ടായ വികസനം എന്ന് പറയുന്നത് കെ എം മാണി ഉണ്ടായിരുന്ന കാലത്ത് 2 വാർഡുകളിൽ ഒതുങ്ങുന്ന വികസനമാണ് പാലായിൽ ഉണ്ടായിരുന്നത്. വികസനം ഉണ്ടായത് താൻ LDF-ൽ ഉണ്ടായിരുന്ന 18 മാസക്കാലമാണ് പാലായിൽ വികസനം ഉണ്ടായത്. ആ കാലത്താണ് വികസനം കൊണ്ടുവന്നത്. അത് തുറന്നു പറഞ്ഞതിൽ ഒരു മടിയുമില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇപ്പോൾ വികസനം നടത്താൻ ജോസ് കെ മാണി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ജോസ് കെ മാണി പറഞ്ഞ യാതൊരു വികസനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നു. ആ വികസനം ഉണ്ടാവാതിരിക്കാനുള്ള അതിന് കാരണം ജോസ് കെ മാണി ആണെന്ന് മറു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ജോസ് കെ മാണിയെ വെല്ലുവിളിക്ക് കൂടി മാണി സി കാപ്പൻ ചെയ്യുന്നുണ്ട്. അതായത് UDF-ലേക്ക് പോകാൻ UDF-മായി ചർച്ച നടത്തി ജോസ് കെ മാണി എന്നുള്ള ഒരു അത്തരത്തിൽ രൂക്ഷമായ ഒരു വിമർശനം കൂടി അല്ലെങ്കിൽ കാര്യം കൂടി മാണി സി കാപ്പൻ പറഞ്ഞു വെക്കുന്നു. പാലാ പള്ളിയിൽ വന്ന സത്യം അല്ലെങ്കിൽ കുരിശുപള്ളിയിൽ വന്ന സത്യം ചെയ്യാൻ, അതായത് ചർച്ച നടത്തിയിട്ടില്ല എന്ന് സത്യം ചെയ്യാനാണ് മാണി സി കാപ്പൻ വെല്ലുവിളിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകളിലേക്കും വലിയ പരസ്പരമുള്ള പോരുകളിലേക്കും പരസ്പരമുള്ള വാക്പോരുകളിലേക്കും ഒക്കെ തന്നെ പാലാ പോകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി മുതൽ കോട്ടയം ജില്ലയിൽ തുടങ്ങിയ ഈ ജനമുന്നേറ്റ യാത്ര അതിന്റെ പല ദിവസങ്ങളിൽ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആദ്യ ദിവസങ്ങൾ പല പ്രസംഗങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പാലയിലേക്ക് എത്തിയപ്പോൾ കൃത്യമായ പൊളിറ്റിക്സ് ആണ്, കൃത്യമായ പാലയുടെ രാഷ്ട്രീയം തന്നെയാണ് ജോസ് കെ മാണി പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഈ തരത്തിൽ മാണി സി കാപ്പനെതിരെ ആഞ്ഞടിക്കുന്നു. അതിനുശേഷമുണ്ടായ പ്രസംഗത്തിലും സമാനമായ രീതിയിൽ തന്നെ മാണി സി കാപ്പനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ജോസ് കെ മാണി ഇറങ്ങുന്നു, പാലയിലേക്ക് വരുന്നു. അത് ഊട്ടിക്കുറപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇന്നുണ്ടായ ഈ പ്രതികരണം എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും തിരിച്ചും മാണി സി കാപ്പൻ ജോസ് കെ മാണിക്കെതിരെ വിമർശനം ഉന്നയിച്ച ജോസ് കെ മാണിയാണ് പാലയുടെ വികസന മുരടിപ്പിന് കാരണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം UDF-ലേക്ക് പോകുന്നു എന്ന ചർച്ച വീണ്ടും എടുത്തിട്ട് കൊണ്ടുവച്ച ജോസ് കെ മാണി വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന ഒരു പ്രതികരണം തന്നെയാണ് എന്തായാലും മാണി സി കാപ്പന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. അതിന് കൃത്യമായ നേതാക്കളുമായി UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അത് മനസ്സിലായിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ജാഥ ക്യാപ്റ്റനാക്കി തളച്ചിട്ടിരിക്കുന്നതെന്ന പ്രതികരണമാണ് നടത്തിയത്. അതായത് ജോസ് കെ മാണിയുടെ വിശ്വാസ്യതയെ മാണി സി കാപ്പൻ ചോദിക്കുന്നു. മാണി സി കാപ്പൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നു. അതിന്റെ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികരണം മാണി സി കാപ്പന് മുന്നോട്ട് വെക്കുന്നത്. ജോസ് കെ മാണിയുടെയും മാണി സി കാപ്പന്റെയും പ്രതികരണത്തിന്റെ വിശദാംശങ്ങളാണ് അഖിൽ കെ നൽകിയത്.